നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട നല്ല ഒരു സാക്ഷ്യം കേൾക്കാം. ഈ മകളുടെ ജീവിതത്തിൽ ദൈവം ചെയ്തതും ഈ മകളുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ദൈവം ചെയ്ത അസാധാരണമായ ചില അത്ഭുതങ്ങൾ ഇതിനു മുമ്പ് നമ്മുടെ ധ്യാനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ശക്തമായ ദൈവിക ഇടപെടലിൻ്റെ സാക്ഷ്യമാണ്, നമുക്കത് കേൾക്കാം. എൻ്റെ പേര് ബിനി ജിജോ, സ്ഥലം പാവറട്ടിയാണ്. ഞാൻ തൃശ്ശൂർ മാള ഹോളി ഗ്രേസ് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ സെൻറ്റർ ഹെഡായിട്ട് ജോലി ചെയ്യാണ്. 17 വർഷമായിട്ട് എഞ്ചിനീയറിംഗ് കോളേജിലാണ് വർക്ക് ചെയ്യുന്നത്. സാബു ബ്രദർ 2017-2018 ആ സമയത്താണ് ഞാൻ സാബു ബ്രദറിനെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അത് തീരദേശ കൺവെൻഷൻ പാവർട്ടിയിൽ നടക്കുകയായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ആദ്യമായിട്ട് സാബു ബ്രദറിൻ്റെ ധ്യാനം ഞാൻ കൂടുന്നത്. 2017 ധ്യാനം കൂടി. ഞാനിവിടെ ഈ ധ്യാനത്തിന് വരുമ്പോൾ എനിക്ക് ഷോൾഡറിന് നല്ല പെയിൻ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതിനൊന്നും വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചിട്ടൊന്നുമില്ല. വന്നു കഴിഞ്ഞ് ആ ദിവസം തന്നെ അത് സൗഖ്യപ്പെട്ടു. പിന്നെ ഒരു 6 മാസം കൂടുമ്പോൾ ഞാൻ കുറച്ച് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ടുള്ളത് കൊണ്ട് ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു മാസം മുന്നേ യൂറിക് ആസിഡ് വളരെ ഹൈ ആയിട്ട് കണ്ടു. അപ്പോൾ വലത് കാലിൽ നീര് വരിക. ഇപ്പോൾ പാവർട്ടിയിൽ നിന്ന് മാളയിലേക്കൊക്കെ അത്യാവശ്യം ദൂരം ഉള്ളത് കൊണ്ട് ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുന്നത് കൊണ്ട് കാലിൽ ആ സമയത്തൊക്കെ നീര് കൂടും. നമ്മൾ നടക്കുന്ന സമയത്ത് അത്ര വേദന ഉണ്ടാവില്ല. ഇരിക്കുകയോ കിടക്കുകയോ ചെയ്തിട്ടാണെങ്കിൽ കുറേ നേരത്തേക്ക് നമുക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അതും ഞാൻ ഇവിടെ വന്നിട്ട് എനിക്ക് സൗഖ്യപ്പെട്ടു. എൻ്റെ കാലിൽ നീരോ എനിക്ക് നടക്കുന്നതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഇന്നലെ സാബു ബ്രദർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു ബ്രസ്റ്റിൽ ഫൈബ്രോയിഡായ ഒരാളെ കാണിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ചുറ്റിനും നോക്കുക, ആരും എഴുന്നേൽക്കുന്നൊന്നുമില്ല. ഞാനും എഴുന്നേറ്റില്ല. എനിക്ക് 3 ഫൈബ്രോയിഡ് എൻ്റെ ലെഫ്റ്റ് ബ്രസ്റ്റിലുണ്ട്. അത് പ്രശ്നമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് യൂട്രസിൽ ഫൈബ്രോയിഡ് വന്നിരുന്നു. അതും സാബു ബ്രദറിൻ്റെ ധ്യാനത്തിലൂടെയാണ്. അത് 1/300 വലിപ്പമുള്ള ഫൈബ്രോയിഡ് ആയിരുന്നു. അത് പിറ്റേ ദിവസം ഓപ്പറേഷൻ നടക്കുക. അപ്പം ഞാൻ ഓടി വന്ന് പന്തലിൽ വെച്ചിട്ട് പ്രാർത്ഥിച്ച് ബ്രദർ എന്നോട് പറഞ്ഞു, അപ്പോൾ എനിക്ക് 15 ദിവസത്തെ അവധിയേ കിട്ടുള്ളൂ. ഓപ്പൺ സർജറി ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയും കുറച്ചധികം ദിവസങ്ങൾ കിടക്കേണ്ടി വരും. അപ്പോൾ 15 ദിവസത്തെ അവധി ഉള്ളത് കൊണ്ട് ഞാൻ കീ ഹോൾ സർജറിക്ക് വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടും. പിന്നെ കുട്ടികളൊക്കെ അന്ന് ചെറുതായിരുന്നു മക്കള്. അപ്പോൾ എന്നോട് പറഞ്ഞു, അന്ന് മന്ന എന്ന് പറയുന്ന ഒരു പുസ്തകം ഉണ്ടായിരുന്നു, വചനങ്ങൾ എഴുതിയ ബുക്ക്. അത് ഹോസ്പിറ്റലിൻ്റെ കിടക്കയിൽ പില്ലോയുടെ അടിയിൽ വെച്ച് കിടന്നോളാൻ പറഞ്ഞു, ധൈര്യമായിട്ട് പൊക്കോളാൻ പറഞ്ഞു. ഡോക്ടറാണെങ്കിൽ കുറച്ച് ടഫായിട്ടുള്ള ഒരു ഡോക്ടറുമായിരുന്നു. അതുകൊണ്ട് എനിക്കിനി ഒന്നും കൂടി സ്കാൻ ചെയ്യണമെന്ന് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഡോക്ടർ ദേഷ്യപ്പെടുമോ എന്ന് ചോദിച്ചിട്ട് എൻ്റെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു ഈ 1/300 മുഴ ചുരുങ്ങിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഡോക്ടർ അതിന് സമ്മതിക്കോ ഇല്ലയോ എന്ന് അറിയത്തില്ല. കാരണം പിറ്റേ ദിവസം കാലത്ത് ഓപ്പറേഷൻ നടക്കുകയാണല്ലോ. അങ്ങനെ ഞാൻ തലേ ദിവസം ഈ ബ്രദർ പറഞ്ഞ പോലെ തന്നെ ചെയ്തു. പില്ലോയുടെ അടിയിൽ ഈ മന്ന പുസ്തകം വെച്ച് കിടന്നു, ഉറങ്ങി. പിറ്റേ ദിവസം കാലത്ത് ഓപ്പറേഷന് പോകുമ്പോൾ ഈ ഡോക്ടർ എന്നോട് പറയാം, നമുക്ക് ഒന്നും കൂടി ഒന്ന് സ്കാൻ ചെയ്യാമെന്ന് പറയുകയാണ്. സ്കാൻ ചെയ്തപ്പോൾ 900 ഗ്രാമായിട്ട് ഇത് ചുരുങ്ങി. എൻ്റെ ഫൈബ്രോയിഡ് കീ ഹോൾ സർജറി വഴി പുറത്തു കൊണ്ടുവന്നു. 15 ദിവസങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും ജോലിക്ക് കയറി. ഇതിലൊക്കെ വലുതായിട്ട് എനിക്കൊരു സാക്ഷ്യം പറയാനുള്ളത്, എൻ്റെ അപ്പച്ചൻ്റെ സ്ഥലം കോട്ടയം പുതുപ്പള്ളി എന്ന് പറയുന്ന സ്ഥലമാണ്. ഉമ്മൻചാണ്ടിയുടെ നാടാണ്. അപ്പച്ചൻ്റെ പെങ്ങളെ കല്യാണം കഴിച്ചു വിട്ടിരിക്കുന്ന മുണ്ടക്കയത്താണ്. അവർ 8 മക്കളാണ്. അതിൽ ഇളയ മോള് മുണ്ടക്കയത്ത് വെച്ചിട്ട് കുട്ടിയെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് തിരിച്ചെടുക്കാൻ വേണ്ടി പോകുമ്പോൾ ഈ സ്കൂളിൻ്റെ വാൻ അവരുടെ മേത്തൂടെ കയറിപ്പോയി. അങ്ങനെ 1.5-2 മാസക്കാലത്തോളം അവർ കാരിത്താസ് ഹോസ്പിറ്റൽ കോട്ടയത്ത് വെന്റിലേറ്ററിലായിരുന്നു. അന്ന് 32 വയസ്സായിരുന്നു പ്രായം. ഒരു കുഞ്ഞു മോനാണ് ഉണ്ടായിരുന്നത്, LKG പഠിക്കുന്ന മോന്. അവർ അന്ന് ഭർത്താവുമായിട്ട് അവർ ബിടെക് കഴിഞ്ഞ് ഓസ്ട്രേലിയയിലായിരുന്നു. പേര് നെസി ജോസഫ്, വടക്കേൽ ഹൗസ്, കരിനിലം PO, മുണ്ടക്കയം. അപ്പോൾ അങ്ങനെ 1.5-2 മാസത്തോളം കടന്നു. അപ്പോൾ അവരുടെ മൂത്ത ആങ്ങള കമ്മീഷണറാണ്, അസിസ്റ്റൻറ്റ് കമ്മീഷണറാണ്. അപ്പോൾ പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഭയങ്കര ധ്യാനമൊക്കെ പങ്കെടുക്കുന്നതല്ലേ, സാബു ബ്രദർ ഇങ്ങനെ ഒത്തിരി പേരെ സൗഖ്യപ്പെടുത്തുന്നുണ്ട്, നീ ഒന്ന് സാബു ബ്രദറിൻ്റെ അവിടെ ആരെങ്കിലും പരിചയം ഉണ്ടെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പറയുമെന്ന് ചോദിച്ചു. അങ്ങനെ സാബു ബ്രദറായിട്ട് സംസാരിച്ചപ്പോൾ അവരോട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് 4 മണിക്ക് ഈ നമ്മൾ വിളിക്കുന്ന ദിവസം 4 മണിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ആരെങ്കിലും കളത്തിപ്പടിക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ അവരുടെ ഒരു ബ്രദർ അവിടേക്ക് ചെന്നു, കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഹോസ്പിറ്റലിലുള്ള ആരുടെയെങ്കിലും നമ്പറിലേക്ക് ഒന്ന് വിളിക്കാൻ പറഞ്ഞു.
അങ്ങനെ വിളിച്ചിട്ട് വെന്റിലേറ്ററിലുള്ള സിസ്റ്റർക്ക് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ വെന്റിലേറ്ററിൽ വെച്ചിട്ട് സ്പീക്കറിൽ ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ സത്യത്തിൽ നസിമോൾക്ക് ഒരു അനക്കോ ഒന്നുമില്ല. പിറ്റത്തെ ദിവസം അതിന് വെന്റിലേറ്ററിൽ ഏകദേശം ഒരു 1.5 മാസത്തോളമായിട്ട് കിടക്കുന്നതാണ്. ഈ ഹോൾ ഇട്ടിട്ട് ഇതിൽ കൂടിയാണ് അവർ വെള്ളമൊക്കെ പോയിരുന്നത്. അതൊന്നും കയറുന്നൊന്നും ഉണ്ടായിരുന്നില്ല. വീട്ടിൽ പന്തലൊക്കെ ഇട്ടു. അപ്പോൾ ഈ വെന്റിലേറ്ററിൽ നിന്ന് എടുത്ത് നേരെ ബോഡി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായിരുന്നു. ആ സമയത്തും ഇങ്ങനെ ബ്രദർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ വിശ്വസിച്ചോ? കാരണം എനിക്ക് നല്ല വിശ്വാസമുണ്ട്. കാരണം ഞാൻ കണ്ടു വിശ്വസിച്ചതാണ് ബ്രദർ ചെയ്യുന്നത്. കാരണം ബ്രദറിലൂടെ ദൈവം ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ഒരുപാട് മനുഷ്യർക്ക് കൊടുത്തത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, വിശ്വസിച്ചോ? എന്തായാലും ദൈവം അവൾക്ക് ആയുസ് ഇട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും അവൾ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് തന്നെ ഒരു 10 മിനിറ്റ് എന്നോട് പറഞ്ഞത്, സണ്ണിച്ചായ പറഞ്ഞു 10 മിനിറ്റോളം ഇങ്ങനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചു എന്നാണ് പറയണത്. ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഏകദേശം ഒരു 6-7 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ മരിച്ച കുട്ടി അനങ്ങാൻ തുടങ്ങി. ഒരു ഇടിപ്പ് പോലെ വന്നു. പെട്ടെന്ന് തന്നെ ഡോക്ടർമാർ വന്ന് അവരെ എല്ലാം വേഗം നോക്കി പിറ്റത്തെ ദിവസം ICUലേക്ക് മാറ്റി. അങ്ങനെ ആളിപ്പോൾ ഓസ്ട്രേലിയയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ ഓൾറെഡി 2018 പാവർട്ടിയിൽ സാക്ഷ്യം പറഞ്ഞതാണ്. ഇന്ന് ഞാൻ എനിക്ക് പറയാനുള്ള സാക്ഷ്യത്തിൻ്റെ കൂടെ ഇത് പറഞ്ഞത് നമ്മൾ വിശ്വസിക്കുക. യൂണിവേഴ്സിൻ്റെ ഒരു പദ്ധതി എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങളാണ്: ആസ്ക്, ട്രസ്റ്റ്, റിസീവ്. നമ്മൾ എന്താണോ നമ്മുടെ ദൈവത്തോട് ചോദിക്കുക അത് വിശ്വസിക്കുക, അത് നമ്മൾ റിസീവ് ചെയ്യുക. അപ്പം ഇത് നമ്മൾ നിർബന്ധമായി നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണോ ദൈവത്തോട് ചോദിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അത് ദൈവം കൊണ്ടുതരും. എല്ലാ ചോദ്യങ്ങളും പോസിറ്റീവ് ആവണം. അതിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. അപ്പം ദൈവത്തിന് നന്ദി, പ്രത്യേകിച്ച് സാബു ബ്രദറിന് ഒത്തിരിയേറെ നന്ദി. ഓക്കെ, താങ്ക് യു. ഇത് വലിയ ഒരു സാക്ഷ്യമാണ്. കർത്താവ് ചെയ്ത വലിയ ഒരു അത്ഭുതമാണ്. കാരണം വെന്റിലേറ്ററിൽ അല്ലേ മരിച്ചു ആള്. വീട്ടിൽ ബോഡി കൊണ്ടുവരാണ്ട് പന്തലിട്ടിരിക്കുകയാണ്. ആ വ്യക്തിക്ക് വേണ്ടിയാണ് ഫോണിലൂടെ പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥിച്ച നിമിഷം അല്ലേ, പ്രാർത്ഥിച്ചു ഒരു 6-7 മിനിറ്റ് പ്രാർത്ഥിച്ചു. ഇപ്പം തന്നെ ഈ ബോഡി മരിച്ചു എന്ന ഈ ബോഡി ചലിക്കുവാൻ തുടങ്ങി, ജീവനിലേക്ക് വന്നു എന്നാണ് ഇവിടെ സാക്ഷ്യപ്പെടുത്തിയത്. അവരുടെ പേരെന്താ? നിസ്സി ജോസഫ്. ഇപ്പോൾ അവർ കുടുംബസഹിതം ഓസ്ട്രേലിയയിലാണ്. ഇപ്പം എത്ര മക്കളുണ്ട്? ഒരു മോൻ തന്നെ. ആ മോൻ തന്നെ ഉള്ളൂ. ബസ് കയറിയതാണ്, ശരീരത്തൂടെ വീണ്ടും ബസ് കയറി ഇറങ്ങി വെന്റിലേറ്ററിൽ ആയിരുന്നു, മരിച്ച അവസ്ഥയിൽ. 2018 എല്ലാ മെഡിക്കൽ റിപ്പോർട്ടും വന്ന് കയ്യിൽ കൊടുത്തിട്ടുണ്ട്. കാരണം സാബു ബ്രദർ മെഡിക്കൽ റിപ്പോർട്ട് ഇല്ലാതെ സാക്ഷ്യം പറയാൻ സമ്മതിക്കില്ല, പ്രത്യേകിച്ച് ഇത്തരം കേസുകളിൽ. അസാധാരണമായ ഒരു അത്ഭുതമാണ്. മരിച്ച ഒരു വ്യക്തിയെ ഉയർപ്പിച്ച ഒരു ദൈവിക ഇടപെടലിൻ്റെ സാക്ഷ്യമാണ് ചേച്ചിയുടെ പങ്കുവെച്ചത്. കർത്താവിന് മാത്രം മഹത്വം. യേശുവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ.